ഈ സിനിമാ രംഗത്തെ പല അനീതികൾക്കുമെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ 2018 മുതൽ WCC രൂപീകരിക്കുന്ന മുതൽ വനിതാ സിനിമാ സംഘടന എന്ന് വേണേൽ അതിനെ പറയാം. ഒരു WCC ഒരു അമ്മയ്ക്ക് എതിരെ രൂപം കൊണ്ട ഒരു വനിതാ സിനിമാ സംഘടന തന്നെയാണ്, സംശയമില്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് താരങ്ങളുടെ സംഘടനയായ അമ്മ വിട്ടുപോയി. ഈ വിട്ടുപോയതിനെക്കുറിച്ച് ഇനി നിലപാട് എടുത്തതിൻ്റെ പേരിലും നടിയായ അതിജീവിതയ്ക്ക് വേണ്ടി നിലപാട് എടുത്തതിൻ്റെ പേരിലും ഒട്ടേറെ സിനിമ അവസരങ്ങൾ, റോളുകൾ നഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു. ഇവിടെ പാർവതി തിരുവോത്ത് എൻ്റെ ആദ്യ സിനിമ നോട്ട് ബുക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനന്ന് കൈരളി TV വർക്ക് ചെയ്യുന്ന സമയമാണ്. അന്ന് തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ ഈ സിനിമയുടെ പ്രമോഷന് വേണ്ടി നടീനടന്മാരെല്ലാം വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ പാർവതിയെ, അന്ന് പാർവതി തിരുവോത്തൊന്നുമല്ല, പാർവതിയെ കാണുന്നത്. അപ്പോൾ അന്ന് അവർ കോളേജിൽ പഠിക്കുന്ന ഒരു സമയം, ചെറിയ പ്രായം. അവരെ കണ്ടിട്ട് ഞാനപ്പോൾ മാസ്കറ്റ് ഹോട്ടലിൻ്റെ ലോണിൽ പോയിരുന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് ഞാനൊരു കൈരളി TVക്ക് വേണ്ടി അവരുടെ ഇൻ്റർവ്യൂ എടുത്തു. അന്ന് അവർ ഒരു കോളേജ് പെൺകുട്ടി തന്നെ ഇത്രയും വായനയും പരപ്പ് അറിവൊന്നും അക്കാലത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷേ അന്ന് വളരെ പക്വതയോട് എന്നോട് സംസാരിച്ച പാർവതിയെ ഞാൻ ഓർക്കുന്നുണ്ട്. എത്രയോ വർഷം മുമ്പ് നോട്ട് ബുക്ക് ഇറങ്ങിയ വർഷം നോക്കിയത് ആ സിനിമ. അപ്പോൾ അതിലെ ഒരു പ്രധാന 4 പെൺകുട്ടികളിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് പാർവതി വരികയും പാർവതി പിന്നെ ഉയരങ്ങൾ കീഴടക്കുകയും പറന്ന് വലിയ വലിയ സിനിമകളിലെ നായികയാവുകയും അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്തൊക്കെ നമുക്കറിയാം. പക്ഷേ 2018 ശേഷം ഒതുക്കപ്പെട്ടു. എന്തിൻ്റെ പേരിൽ? ഈ സ്ത്രീ വിവേചനത്തെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ നടിയുടെ കേസ് വന്നു. അവർക്ക് സിനിമകൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു. സൂപ്പർ താരങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ അവർക്ക് സിനിമകൾ നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ അവർ വീണ്ടും തിരിച്ചു. ഇതിനകത്തൊക്കെ ഒരു കാവ്യ നീതിയുണ്ട് പാർവതി തിരുവോത്തിൻ്റെ ഇപ്പോഴത്തെ കാര്യത്തിൽ. അപ്പോൾ ഈ പാർവതി തിരുവോത്ത് 2020 4 കൊല്ലം മുമ്പ് ഒക്ടോബർ 12 ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ എത്ര അർത്ഥപൂർണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പോസ്റ്റിൻ്റെ കോപ്പി ഞങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാന ഭാഗങ്ങൾ 2020 ഒക്ടോബർ 12 പാർവതി തിരുവോത്ത്. 2018 എൻ്റെ സുഹൃത്തുക്കൾ, പാർവതി തിരുവോത്തിൻ്റെ വാക്കുകളാണ്, എൻ്റെ സുഹൃത്തുക്കൾ അമ്മ വിട്ട് പോയപ്പോൾ ഞാൻ തുടർന്നത്, പാർവതി രാജിവെച്ചില്ല, ഞാൻ തുടർന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന, ആ വാക്കാണ്, തകർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് നിന്ന് തന്നെ. അതായത് അമ്മ എന്ന് പറയുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന സംഘടന. ഇപ്പം തകർച്ച എവിടെ എത്തിയെന്ന് മനസ്സിലായല്ലോ. ലോക സമൂഹത്തിൽ, മലയാളി സമൂഹത്തിൽ അമ്മ എവിടെ എത്തിയെന്ന് മനസ്സിലായല്ലോ. അവരുടെ പ്രവചന സ്വഭാവമുള്ള വാക്കുകളാണ്. 4 വർഷം മുമ്പ് പാർവതി എഴുതിയ വാക്കുകളാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് നിന്നു തന്നെ അതിനെ നവീകരിക്കാൻ കുറച്ച് പേരെങ്കിലും വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രാജിവെക്കാതെ അമ്മയിൽ തുടർന്നത്. ബാക്കിയാണ് പ്രധാനം അതിനേക്കാൾ. പക്ഷേ അമ്മ ജനറൽ സെക്രട്ടറി, അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിൻ്റെ അഭിമുഖം കണ്ടതിന് ശേഷം സംഘടനയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫാണ് ഫേസ്ബുക്ക് പേജിലെ. ഈ സംഘടന തഴഞ്ഞ ഒരു വനിതാ അംഗത്തെ മരിച്ചുപോയ ഒരാളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞ വെറുപ്പുളവാക്കുന്നതും, അയാൾ പറഞ്ഞ ഇടവേള ബാബു, വെറുപ്പുളവാക്കുന്നതും ലജ്ജാവഹവുമായ വാക്കുകൾ ഒരിക്കലും തിരുത്താനാവില്ല. ഇടവേള ബാബുവിനെ കുറിച്ചാണ്. ആസ് അമ്മ ജനറൽ സെക്രട്ടറി. ഇപ്പൊ സിദ്ദിഖ് രാജിവെക്കേണ്ടി വന്നല്ലോ. അമ്മ എവിടെ എത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു പോസ്റ്റാണിത്. അയാളോട് പുച്ഛം മാത്രമാണുള്ളത്. പാർവതി തിരുവോത്ത് പറയാം, അയാളോട് പുച്ഛം മാത്രമാണ്. ആരോട്? ഇടവേള ബാബുവിനോട്. ഞാൻ അമ്മയിൽ നിന്നും രാജിവെക്കുന്നു. അതിനകത്ത് നിന്ന് അമ്മയെ തിരുത്താൻ, നന്നാക്കാനാവില്ല എന്ന് ബോധ്യപ്പെട്ടു അവർക്ക്, പാർവതിക്ക്.
ഞാൻ അമ്മയിൽ നിന്നും രാജിവെക്കുന്നു. അതോടൊപ്പം ഇടവേള ബാബു രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ ആവശ്യപ്പെടുന്നു, ഇടവേള ബാബു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. ഇപ്പോൾ സിദ്ദിഖ് രാജിവെക്കേണ്ടി വന്നതിൻ്റെ ഒരു പൂർവ്വ ചരിത്രമാണ് ഞാൻ പറയുന്നത്. അന്നേ ഈ ഇടവേള ബാബു രാജിവെച്ചിരുന്നെങ്കിൽ ഇന്ന് അമ്മയ്ക്ക് ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. എങ്ങനെയുണ്ട് കാര്യത്തിലുള്ള പോക്ക്? ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുത്ത മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. സിദ്ദിഖ് നടൻ രാജിവെക്കേണ്ടി വന്നത് അമ്മയിലുണ്ടായ ക്യാൻസറാണ്, പുഴുക്കുത്താണ്. ഈ പുഴുക്കുത്ത് ചൂണ്ടിക്കാണിച്ചവരെ ഓരോരുത്തരെ എടുത്ത് ദൂരെ എറിഞ്ഞു. അവർക്ക് സിനിമ ഇല്ലാണ്ടാക്കി. ഇപ്പം എവിടെ എത്തി അമ്മ എന്ന സംഘടന? ഇനി അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് ആര് വരണം? ആരാ വരുന്നത്? അവർക്ക് തന്നെ തീർച്ചപ്പെടുത്താനാവുന്നില്ല. ഇനി വരുന്ന ആളും പിറ്റേന്ന് രാജിവെക്കേണ്ടി വന്നാലോ? ഈ എന്താ പറയുക, കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയില്ലേ? അപ്പൊ ഇനി കുറ്റം ചെയ്യാത്തവർ ആരാ ഇനി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആവേണ്ടത്? അതിപ്പോ തർക്കമാവും. ഇപ്പൊ സിദ്ദിഖിന് പകരം ആര് വരണം എന്നുള്ളത് തർക്കവും. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ഇടവേള ബാബുവിനെ ഒന്ന് പിടിച്ച്, ഇപ്പൊ പോലീസ് ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചല്ലോ, പിടിച്ച് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്താൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പിന്നിൽ അവരുടെ കണ്ടെത്തലുകളുടെ പിന്നിൽ നടന്ന നാടകങ്ങളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച് അതിൻ്റെ എല്ലാം സാക്ഷിയാണ് ഇടവേള ബാബു. ഇടവേള ബാബുവിനൊന്ന് പിടിച്ച് ചോദ്യം ചെയ്താലുണ്ടല്ലോ, മണിയായിട്ട് ഓരോന്നിങ്ങനെ പൊട്ടി പൊട്ടി വീഴും. പിന്നെ ഒരു വലിയ ഭൂകമ്പമായിരിക്കും ഉണ്ടാകുക. പല പേരുകളും പുറത്തു വരും. അതിന് മലയാളിക്ക് അതൊക്കെ കേൾക്കാനുള്ള മാനസിക തയ്യാറെടുപ്പുണ്ടോ? സംസ്ഥാന സർക്കാരിന് ഇതൊക്കെ അന്വേഷിച്ച് അങ്ങേ അറ്റം വരെ, തെളിവിൻ്റെ അങ്ങേ അറ്റം വരെ എത്താനുള്ള മാനസികാവസ്ഥ ഈ അന്വേഷണ സംഘത്തിനുണ്ടോ? സത്യങ്ങളെല്ലാം പുറത്തു വരുമോ? ഇതൊക്കെയാണ് പ്രധാന ചോദ്യങ്ങൾ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്.